നമസ്കാരം പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന വിവിധ ധനസഹായ പദ്ധതികളുടെ നിർണായക തീരുമാനം ഈ വെള്ളിയാഴ്ച സർക്കാർ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതായത് നിലവിൽ ജനക്ഷേമകരമായിട്ട് അവതരിപ്പിച്ചിരുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ തുടരണോ വേണ്ടിയോ, തുടരുകയാണ് എങ്കിൽ അതിലേക്കുള്ള ധനസഹായം എത്ര, അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന പദ്ധതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണോ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാർ തീരുമാനം കൈക്കൊള്ളുന്ന ഒരാഴ്ചയാണിത്. വെള്ളിയാഴ്ചയാണ് നിർണായക തീരുമാനമുണ്ടാകുന്നത്. 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ധനസഹായങ്ങളിൽ ഒന്നായിട്ടുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ, ഈ ആനുകൂല്യങ്ങളിൽ നിലവിൽ വർധനവ് എപ്പോഴാണ് വരുത്തുന്നത്, എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ 5 ഗ്യാരണ്ടികളിൽ ഒന്നായിട്ട് തന്നെയാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ചയാണ് ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സാധിക്കുക. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തുകയുടെ വർധനവ്. അതെന്നു മുതലാണ്, അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തുക അതൊക്കെ നീക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് അറിയാൻ വേണ്ടി സാധിക്കും. ഇനി അത് മാത്രമല്ല, പെൻഷൻ വാങ്ങുന്നവർ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ഹാജരാക്കണമായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് ഒരിക്കൽ പോലും കൊടുക്കാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവായിട്ട് എല്ലാവരോടും ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. മുൻപ് ഇത് ഒരിക്കൽ പോലും കൊടുക്കാത്തവരാണ് രേഖകൾ കൊടുക്കേണ്ടത്. ഒരുപാട് ആളുകൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ പലരും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളവരുടെ എണ്ണം 2.5 ലക്ഷത്തോളം ഉണ്ടെന്നാണ് മുൻ സർക്കാരിൻ്റെ കണക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജൂൺ മാസം 30-ന് മുൻപ് തന്നെ ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി വീഡിയോകളിലൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് മറ്റൊരു തീരുമാനമുണ്ടാകുന്ന പദ്ധതി സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയാണ്. മുൻ സർക്കാർ കൊണ്ടുവന്ന നവംബറിൽ അവതരിപ്പിച്ച ഒരു ജനക്ഷേമ പദ്ധതിയാണിത്. പ്രതിമാസം 1000 രൂപ വീതം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35-നും 60 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സ്കീമാണിത്. 1000 രൂപ വീതമാണ് പ്രതിമാസം ലഭിക്കുക. എന്നാൽ ഈ പ്രാവശ്യം ഏപ്രിൽ മാസം മുതലുള്ള തുക കുടിശ്ശിക കൂടിയാണ്. ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർക്കാരാണ് അനുവദിക്കേണ്ടത്. കാരണം മുൻ സർക്കാരിന്റെ സമയത്ത് മാർച്ച് മാസം വരെയുള്ള ധനസഹായം അനുവദിച്ചിരുന്നു. അതിനുശേഷമുള്ള ഫണ്ട് ധനവകുപ്പ് നീക്കിവെച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ഇപ്പോഴത്തെ സർക്കാരാണ്. ഈ 19-ാം തീയതിയുള്ള സംസ്ഥാന ബഡ്ജറ്റിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാവി എന്താകുമെന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് അനുവദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു വർഷക്കാലത്തേക്കുള്ള ഫണ്ട് ധനവകുപ്പിൽ നിന്ന് കൃത്യമായിട്ട് നീക്കിവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പദ്ധതിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്നാണ്. പ്രായപരിധിയിലുള്ളവകളോ അതോടൊപ്പം തന്നെ മറ്റ് റേഷൻ കാർഡിൽ വരുമാന പരിധി അടിസ്ഥാനമാക്കി കൂടുതൽ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളോ ഒക്കെ ചിലപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജൂൺ മാസം 19 ആകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വിദ്യാർത്ഥികൾ, അതായത് പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന, നമ്മൾ വിവിധ ജോലികൾക്ക് വേണ്ടി മത്സര പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽ കോഴ്സുകൾ, ജോലി അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ അതിലധിഷ്ഠിതമായിട്ടുള്ള വിവിധ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ചത്. നിലവിൽ 5 ലക്ഷത്തോളം പേർക്കാണ് ഒരു വർഷം ലഭിക്കുന്നത്. 12 മാസത്തേക്കുള്ള സ്കോളർഷിപ്പ് 1000 രൂപ വീതം പ്രതിമാസമാണ് ലഭിക്കുക. ഇതും ഇപ്പോൾ മുടങ്ങിയ അവസ്ഥയിലാണ്. ഈ സ്കോളർഷിപ്പിന്റെ ഭാവിയും ജൂൺ മാസം 19-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ജനക്ഷേമകരമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട ധനസഹായ പദ്ധതികളാണ് ഈ ജൂൺ 19-ാം തീയതി സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റിലൂടെ അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ അറിയാൻ സാധിക്കുന്നത്. തുക വീണ്ടും നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിനും ഈ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ ജൂൺ മാസം 19-ാം തീയതിയുള്ള പ്രധാന അറിയിപ്പുകൾക്കായിട്ട് കാത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.